ഹലോ, വെൽക്കം ബാക്ക്. ഇന്നിതാ മസാല ഉണ്ട കുഴക്കട്ട എന്നൊക്കെ പറയുന്ന ഇതാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. ഇത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഈസി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ സ്പൈസി മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് കുഴക്കട്ടേൻ്റെ അരി റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ അതൊരു മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു കപ്പിൽ തന്നെ ഒരു 1/2 കപ്പും കൂടി എടുത്തിട്ടുണ്ട്. ടോട്ടൽ 1.5 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരിയില്ലാതെ വേണം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ അരച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അധികം ലൂസാക്കിയിട്ട് അരച്ചെടുക്കണ്ട. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കട്ടോ. ഇനി ഞാനതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ചോറ് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുള്ളതാണ്. പരിപ്പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചോറൊന്ന് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഞാനിപ്പം നന്മേൻ്റെ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പത്തിരിപ്പൊടി നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ കുഴച്ചിട്ട് ഉണ്ടാക്കുന്ന പത്തിരിപ്പൊടിയാണ്. അപ്പോൾ ഇത് നമുക്ക് ചൂടുവെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ചോറ് ചേർത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. കണ്ട അതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കേണ്ടതെന്നുള്ളത് കേട്ടോ. നമുക്ക് ഏത് പത്തിരിപ്പൊടിയാണെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റും. ചോറ് ചേർത്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് പത്തിരിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ടൈറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ആമീസ് പൊടിയോ ഏത് പൊടിയും നമുക്ക് ഈ ചോറ് ചേർത്തിട്ട് ഇതേപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചൂടുവെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനിതാ കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഒരു അരിപ്പൊടി ഇട്ടപ്പോൾ ടൈറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചേർത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ ചോറ് അരച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ തരിയില്ലാതെ വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് കുഴച്ചിട്ട് ഈ ഒരു ഇതിലാണ് ഞാൻ കുഴച്ചടിച്ചിട്ടുള്ളത്. ഇത്രയും ലൂസിലാണ് കുഴച്ചടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അതൊരു മസാല എല്ലാം ഉണ്ടാക്കുന്ന ആ ടൈം വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അത്ര ടൈം വെച്ചാൽ മതി. ഇനി നമുക്ക് അതൊരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പിനടുത്ത് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 3/4 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂണിലും കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ നമുക്കിതൊന്ന് ഒതുക്കിയിട്ടെടുക്കണം. നമ്മൾ ചമ്മന്തിയെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ ഒതുക്കിയെടുക്കണം. ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടേണ്ടത്. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കരുത്. ഇനി നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാന് സ്റ്റവ് ഓണാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഈ ടൈം തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നാലാണ് ആ ഒരു മുരിഞ്ഞ പോലെ ആയിട്ട് കിട്ടണം. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നതിനേക്കാളും നല്ലത് ഈ ഒരു റെസിപ്പിയിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പം നന്നായിട്ട് പച്ചമണം മാറി വരുന്ന ടൈമിൽ ഞാനിതിലേക്ക് വലിയൊരു സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പം ആ ഒരു സവാളക്ക് മാത്രം ഉള്ള ഒരു ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള നന്നായി വഴന്ന് ആ ഒരു ക്വാണ്ടിറ്റി എല്ലാം കുറഞ്ഞ് വന്നില്ലേ സവാള. ഞാനൊരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. 1 മാത്രമേ എടുത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ 2 എടുക്കുക. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ ആ ഒരു ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ആ ഒരു തേങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് മെയിൻ സ്റ്റെപ്പാണ് കേട്ടോ. നമുക്ക് ഈ ഒരു മസാല നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ഇതിൽ നിന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു തേങ്ങയൊക്കെ ഇങ്ങനെ വഴന്ന് വരുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും. ആ ഒരു ടൈം വരെ വഴറ്റിയെടുക്കണം കേട്ടോ. കുറച്ച് ടൈം 5-6 മിനിറ്റ് വരെ നമുക്കിതിൽ നിന്നൊന്ന് വഴറ്റിയെടുക്കാം. നേരത്തെ ഉള്ളതിനേക്കാളും കളറ് മാറി വന്നില്ലേ ഈ ടൈം. ഇനിയും നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു മസാല നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നല്ലൊരു സ്മെല്ലുണ്ടാവും. ആ തേങ്ങേൻ്റെ ഒക്കെ വറന്ന് വന്നിട്ടുള്ള ആ ഒരു സ്മെല്ല്. ഇപ്പം ഞാനിതാ സ്റ്റവ് ഓഫാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ മല്ലിയിലൊന്നും വേണ്ട, കറിവേപ്പിലിൻ്റെ ആ ഒരു ടേസ്റ്റ് മാത്രം മതി. ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. ഒരു തേങ്ങ മസാല ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു കളറിലും ഈ ഒരു ടെക്സ്ചറിലും നമുക്ക് കിട്ടണം.
ആ മസാല ഉണ്ടാക്കുന്ന ടൈം വരാൻ കേട്ടോ നമ്മൾ ആ അരി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഇതാ അപ്പം കുറച്ചുകൂടെ ഒന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ കുഴക്കട്ട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതാ കുറച്ച് മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ, അരിമാവ്. അപ്പോൾ ഇതാ കൈമേലിങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു ലൂസാണ് വേണ്ടത്. ഇതാ കൈവെള്ളയിൽ കുറച്ച് എണ്ണ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ കുഴക്കട്ടേൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് അരി എടുത്തിട്ട് പിന്നെ ഒന്നിങ്ങനെ ഉരുട്ടി കൊടുത്തിട്ട് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ കുറച്ച് ചെറിയൊരു സൈസിലുണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഉണ്ടാക്കിയിട്ടെടുക്കുക. അധികം വലുപ്പമായാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കൈവെള്ളയിൽ അരി പരത്തിയെടുത്തിട്ട് ഇത് മസാല വെച്ചുകൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ട് നമുക്കൊരു ബോൾ പോലെ ആക്കിയിട്ട് എടുക്കാം. നമ്മൾ സാധാ കുഴക്കട്ട ഉണ്ടാക്കുന്നതല്ല ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഇതാ വീഡിയോ കാണുന്നത് പോലെ കേട്ടോ. അപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് നമുക്കിങ്ങനെ ഉരുട്ടി കൊടുത്താൽ ഈ ഒരു ഷേപ്പിലായിട്ട് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നീളത്തിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഞാനിങ്ങനെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിതാ പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. വാഴയിലുണ്ടെങ്കിൽ വാഴയില വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഓരോന്നായിട്ട് ഉരുട്ടിയിട്ട് ഇതേപോലെ വെച്ചെടുക്കാം. ഒന്നിനോട് ഒന്ന് തട്ടാത്ത രീതിയിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നമ്മളിത് എണ്ണയിലാക്കിയിട്ട് ഉരുട്ടിയെടുക്കുന്നതല്ലേ. അപ്പോൾ ഞാനിതാ മുഴുവനായിട്ടും ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു അളവിൽ 14 കുഴക്കട്ടയാണ് കിട്ടിയിട്ടുള്ളത്. നന്നായി അടിച്ചു വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ സ്റ്റീമറിൻ്റെ അടിയിലുള്ള പാത്രത്തിൽ ഞാൻ വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. നന്നായി അടച്ചു വെച്ചതാണെങ്കിൽ അത്ര ടൈം മതി കേട്ടോ. ഇതാ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റവ് ഓഫാക്കിയിട്ട് ഇതാ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാ മുഴുവനായിട്ടും ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാ നല്ല സോഫ്റ്റ് ഉണ്ട്. പിന്നെ ചോറ് നിങ്ങൾക്ക് മട്ടേരിൻ്റെ ചോറ് വേണമെങ്കിൽ അതും എടുക്കാം. ഞാനിപ്പോൾ പൊന്നിയരിൻ്റെ ചോറാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു മസാലയില്ല തേങ്ങേൻ്റെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ്. കുറച്ച് ടൈം നമ്മുടെ ആ ഒരു പാനിലിട്ടിട്ട് നന്നായിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ അധികം പേർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ ചോറ് വെച്ചിട്ട് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.